വൈകിയെന്ന് വെച്ചാൽ വൈകി, നല്ലോണം വൈകിയിട്ടുണ്ട്. പക്ഷെ വൈറലായതുകൊണ്ട് നമ്മൾ ഇടാണ്ടിരിക്കാൻ പറ്റുമോ? പറയണത് വേറൊന്നുമല്ല കേട്ടോ, ഈ വൈറൽ സാൻഡ്വിച്ചിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പുറക്ക് എൻ്റെ വേർഷൻ ഓഫ് വൈറൽ സാൻഡ്വിച്ച്. പരിപാടി എല്ലാവർക്കും അറിയാലോ. ഇഡ്ഡലി ചെമ്പിലേക്ക് ചിക്കനും മുട്ടയും പിന്നെ നല്ല വറ്റൽമുളകും വെളുത്തുള്ളിയും വെക്കുക, നല്ലോണം വേവിച്ചെടുക്കുക. ഇനി ഇതേ ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങിയതും പിന്നെ വെജിറ്റബിൾസ് ഓഫ് യുവർ ചോയ്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാബേജും ലെറ്റ്യൂസും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം. എന്തായാലും ഹെൽത്തി സാൻഡ്വിച്ചാണ്, ഇച്ചിരി അങ്ങോട്ട് കൂടുതൽ ഹെൽത്തി ആയിക്കോട്ടെ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ആ വേവിച്ച മുട്ടയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് പാലും ചീസും കൂടി ആണ് ആഡ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഞാൻ രണ്ടും കൂടി ചേർത്തിട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. നമുക്ക് ഡിപ്പായിട്ട് യൂസ് ചെയ്യാനും ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാലും നല്ലതാണേ. എന്നിട്ട് ഇത് നമ്മൾ നമ്മുടെ ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഒരുവിധം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മറന്നുപോയി, ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ഫില്ലിങ്. ഇതിനിപ്പോൾ നമുക്ക് ബ്രെഡിലോ കുബൂസിലോ വേണമെങ്കിൽ പോക്കറ്റ് ഷവർമയിലോ റാപ്പിലോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബർഗർ ബണ്ണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി. എന്തായാലും ഈ റെസിപ്പി കണ്ടുപിടിച്ച ആൾക്ക് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഈ വറുത്തതും പൊരിച്ചും കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു ഹെൽത്തി ഐറ്റം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം ശരി, എന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഹെൽത്തി വേർഷൻ ഓഫ് സാൻഡ്വിച്ച്. ബൈ ബൈ.